ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് കറൻ്റ്ലി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൻ്റെ താഴെയായിട്ട് കോമെൻറ്റ് സെക്ഷനിൽ ഓണം ഡിസ്കൗണ്ട് ഇല്ലേ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാം. ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. നാളത്തെ റീഡിങ്ങിൽ ഞാൻ എന്താണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടി ഈസി. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് വാൻസ്, 2 ഓഫ് വാൻസ്, 6 ഓഫ് വാൻസ്, ജസ്റ്റിസ്, നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് പെൻഡിക്കിൾ ആൻഡ് ക്യൂൻ ഓഫ് വാൻസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അതിന് ശേഷമുള്ള 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു വാർത്ത അറിയാൻ സാധിക്കുമെന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നൊരു കോൾ, മെസ്സേജ് നേരിട്ട് കാണാൻ സാധിക്കുക, റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ്, ജോലിപരമായ എന്തെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ന്യൂസ് അറിയാൻ സാധിക്കുക, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരിക, ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനോ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയോ, അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം, മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് അറിയാൻ സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം മനസ്സിനൊരു സമാധാനം കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില സമയങ്ങളിൽ നിങ്ങളല്ലാതാവുന്നൊരവസ്ഥയുണ്ട്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും വിഷമിച്ചിരിക്കുന്നതും ഓവർ തിങ്ക് ചെയ്യുന്നതും, ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നില്ല, എന്നാലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യത്തെ പറ്റിയും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ചിന്തിച്ച് ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് നിങ്ങളായിട്ട് തന്നെ അത് മാറ്റിയെടുക്കണം അല്ലേ. ഒരു വാക്ക് തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നത് 2 ഓഫ് വാൻസും 6 ഓഫ് വാൻസുമാണ്. നിങ്ങൾക്കൊരു വിവാഹം, എൻഗേജ്മെൻറ്റ്, ഒരു ബേബി ഷവറിനൊക്കെ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേബി ഉണ്ടാവാനോ, ഇപ്പം നിങ്ങൾ പ്രപ്പോസൽ നോക്കുന്നവരാണെങ്കിൽ ഒരു നല്ലൊരു പ്രപ്പോസൽ വരാനുള്ളൊരു ചാൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, അമ്പലത്തിലോ പള്ളിയിലോ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യാനോ ജോലിപരമായിട്ടോ ഒരു ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രാവലൊക്കെ കാണാൻ പറ്റുന്നു. നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അതുപോലെ തന്നെ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവാണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകും. അതായത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നതാണ്. നിങ്ങൾ നെഗറ്റീവാണ് വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിലോ അതല്ലേ നടക്കുന്നത്. അത് നമ്മൾക്ക് ആവശ്യമില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ലൈഫിൽ വേണ്ടത് അത് മാത്രം മനസ്സിൽ വിചാരിക്കുക, വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നടക്കും എന്നതാണ്. പിന്നിവിടെ നമ്മൾക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്തയാണ് എനിക്കിവിടെ ഏറ്റവും അധികം എടുത്തെടുത്ത് കാണാൻ സാധിക്കുന്നത്. കറൻ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് ഒരു സന്തോഷ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. എന്തെങ്കിലും കോടതി ബേസ് ചെയ്തിട്ടോ വസ്തു തർക്കങ്ങളോ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. നൈറ്റ് ഓഫ് വാൻസും ക്യൂൻ ഓഫ് പെൻഡിക്കിളും കിട്ടിയിട്ടുണ്ട്. സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കിട്ടുന്നതായിട്ടും അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്കും വരും. എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നിൽക്കുന്നവർക്കത് പോസിറ്റീവാണ്. ഇത് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കും നമ്മൾക്ക് ക്യൂൻ ഓഫ് പെൻഡിക്കിൾ കാണാൻ സാധിക്കുന്നു. എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ പോസിറ്റീവാണ്. നിങ്ങൾ ധൃതി കൂട്ടാതിരിക്കുക, റഷ് ചെയ്യാതിരിക്കുക കേട്ടോ.
അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ധൃതി കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ ലൈഫിലെല്ലാം തന്നെ അട്രാക്റ്റ് ആയിക്കോളും. ക്വീൻ ഓഫ് വാൺസും ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് വാൺസുമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഓരോ ദിവസവും, ഞാൻ പല റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ലൈഫിലൊരു മാറ്റം വരും. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ലൈഫിൽ നടക്കുന്നത് നെഗറ്റീവായിരിക്കും അല്ലേ? പലരും റീഡിംഗ് എടുക്കുന്ന സമയത്തും എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുറ്റുമുള്ളത് ഞാൻ കാണുന്നതെല്ലാം പോസിറ്റീവാണ്, പക്ഷേ എനിക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നത്. സോ നമ്മളും കൂടി ആ സമയത്ത് മെഡിറ്റേഷൻ, യോഗ, ചുറ്റുമുള്ളതെല്ലാം യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് സൈൻ തരുന്നുണ്ടല്ലേ, ഏഞ്ചൽ നമ്പേഴ്സ് വഴി. അങ്ങനെ പല കാര്യത്തിലൂടെ യൂണിവേഴ്സായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട്. നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണമില്ല അല്ലേ? സോ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഓരോ കാർഡ്സിലും യൂണിവേഴ്സായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഞാൻ കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ് ആൻഡ് സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് എന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. യൂണിവേഴ്സാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും. നിങ്ങൾ ഒരു സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചുറ്റിനുമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അതേപോലെ തന്നെ ഫ്രണ്ട്സ്, എല്ലാവരും തന്നെ സേഫാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, ഒരു സ്പിരിച്വൽ വേയിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മേ ബി ഒരു സ്പിരിച്വൽ വേയിൽ തന്നെയായിരിക്കാം നിങ്ങൾ. അത് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിൽ ഓവർ തിങ്ക് ചെയ്യേണ്ടതായിട്ടില്ല എന്നതാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു ആർ എക്സ്പീരിയൻസിങ് എനോർമസ് ചേഞ്ചസ് റൈറ്റ് നൗ വിച്ച് ബ്രിങ്സ് ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ്. ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലരും സ്പിരിച്വൽ വേയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്പിരിച്വൽ വേ എന്ന് പറയുമ്പം അത് പെട്ടെന്ന് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരിക്കലും. എല്ലാവരും വിചാരിക്കുന്നത് അത് വളരെ ഈസിയാണ്, വളരെ സുഖമാണ്, സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അങ്ങനെയല്ല. ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാനുള്ളൊരു ചാൻസ്, ബട്ടർഫ്ലൈസ്, റെയിൻബോസ് ഒക്കെ കാണാനുള്ളൊരു ചാൻസ്, നിങ്ങൾ വലിയൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ്, ഇതൊന്നും നിങ്ങളെ സ്റ്റക്കാക്കി നിർത്താതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ അതിലും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പഠിക്കുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. പീസ് ആൻഡ് എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് കാളിമായുടെ കാർഡുമാണ് കിട്ടിയിട്ടുള്ളത്. ദർ ഈസ് നോ നീഡ് ടു വെറി ആസ് എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ബ്യൂട്ടിഫുള്ളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും വീണ്ടും നമ്മൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഒരു സമാധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. ഒരു ഐശ്വര്യപൂർണമായ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്കുണ്ടാകും. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടും. യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തോളൂ. ഈ റീഡിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാണ് എന്നതാണ്. കാളിമായുടെ കാർഡും കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് മെസ്സേജായിട്ട് പറയുന്നത്, ദ ഓൾ മസ്റ്റ് ബി റിലീസ് സോ ദാറ്റ് ദ ന്യൂ ക്യാൻ എൻറ്റർ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിടുക, എന്നാൽ മാത്രമായിരിക്കും നമ്മൾക്ക് പുതിയൊരു കാര്യത്തിലേക്ക് തിരിയാൻ സാധിക്കുന്നത് അല്ലേ? അല്ലാതെ കഴിഞ്ഞു പോയ കാര്യത്തിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? മേ ബി റിലേഷൻഷിപ്പോ എന്തെങ്കിലും ബ്രേക്കപ്പ് ആവുന്ന സിറ്റുവേഷൻ ഒരുപാട് പേര് മാസങ്ങളും വർഷങ്ങളും അതിൽ സ്റ്റക്കായി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടമായി, അതിലും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ കാര്യമില്ല അല്ലേ? അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. എൻഡിങ്സ് ആൻഡ് ബിഗിനിങ്സ് ആണ്. ഒരു കാര്യം എൻഡായാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ അടുത്തൊരു പുതിയ തുടക്കം വരുന്നത് അല്ലേ? സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ആലോചിച്ച് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. യൂണിവേഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അധികം സപ്പോർട്ടായിട്ടുള്ളത്. അമ്പലത്തിലും പള്ളിയിലും, ഞാൻ അമ്പലത്തിലും പള്ളിയിലും പോകുന്നൊരു പേഴ്സൺ തന്നെയാണ്. മാതാവിനെ പ്രാർത്ഥിക്കുന്നത്, അതേപോലെ തന്നെ കാളിമ കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് ഓരോ കാർഡ്സിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് വെറിങ്, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ. അതാണ്
നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്ക് ഓരോ കാർഡ്സിലും വളരെ ക്ലിയർ ആണ്. പലരും ഒരു സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു വന്നിട്ടുള്ള മാസങ്ങളും ആഴ്ചകളും നിങ്ങൾക്ക് കുറച്ചധികം പ്രയാസകരം തന്നെയായിരുന്നു. പക്ഷേ മുന്നോട്ടേക്ക് ഒരു സമാധാനത്തിലും സന്തോഷത്തിലേക്കുമാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണിത്. ഒന്നുകൊണ്ടും ഭയക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കൈകളിൽ സേഫാണ്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ. ബൈ.